ധനികനായ രഘുവിന്റെ വലിയ കമ്പനിയിൽ ദീർഘകാലമായി വിശ്വസ്തയോടെ പണിയെടുക്കുന്ന സാധാരണക്കാരനായ ഒരു ജീവനക്കാരനായിരുന്നു രമേശ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും സന്തോഷവും മകളായ രേഖയായിരുന്നു. അമ്മയില്ലാത്ത ആ പെൺകുട്ടിയെ എല്ലാവിധ സ്നേഹവും കരുതലും നൽകിയാണ് രമേശ് വളർത്തിയത്. രേഖക്ക് നല്ലൊരു ജീവിതം നൽകുക എന്നതായിരുന്നു ആ പിതാവിന്റെ ഒരേ ആഗ്രഹം. ഒടുവിൽ അവൾക്ക് അനുയോജ്യമായ ഒരു വിവാഹ ബന്ധം ഒത്തുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. തന്റെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ചെറിയ സമ്പാദ്യവും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയ പണവും ഉപയോഗിച്ച് മകളുടെ വിവാഹം മനോഹരമായി നടത്താൻ ആ വൃദ്ധൻ തീരുമാനിച്ചു. വിവാഹ ദിനത്തിന് തൊട്ടുമുമ്പ് തന്റെ പണ്ടത്തെ മുതലാളിയുടെ മകനും ഇപ്പോഴത്തെ കമ്പനി ഉടമയായ രഘുവിനെ നേരിട്ട് കണ്ട് ക്ഷണിക്കാനായി രമേശ് അവന്റെ വീട്ടിലെത്തി. ചില വ്യക്തിപരമായ തിരിച്ചടികളും സങ്കടങ്ങളും കാരണം രഘു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുകയാണ്. ഓഫീസിലെ മീറ്റിംഗുകൾ പോലും റദ്ദാക്കി ഒറ്റപ്പെട്ടിരുന്ന രഘുവിനെ അവന്റെ അടുത്ത സുഹൃത്താണ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. രമേശ് വീട്ടിലെത്തി വിവാഹ കത്ത് നീട്ടിയപ്പോൾ സുഹൃത്ത് രഘുവിനോട് പറഞ്ഞു, രമേശ് നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തെ പോലെയാണ്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് നീ തീർച്ചയായും പോകണം. കുറച്ചു സമയം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ നിന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറും, അല്പം ആശ്വാസം ലഭിക്കും. സുഹൃത്തിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി രഘുവും ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. വിവാഹ ദിനത്തിൽ കല്യാണ മണ്ഡപം മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം വന്നെത്തി. മണ്ഡപത്തിൽ ആഘോഷ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. രേഖ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് നാണത്തോടെയും സന്തോഷത്തോടെയും വേദിയിലേക്ക് ഇറങ്ങി വന്നു. മകളുടെ മനോഹരമായ രൂപം കണ്ടപ്പോൾ രമേശിന്റെ കണ്ണുകൾ ആനന്ദ കണ്ണീരാൽ നിറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഭംഗിയായി പൂർത്തിയാക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹം ദൈവത്തോട് നന്ദിയോടെ ഓർത്തു. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി. മുഹൂർത്ത സമയം അടുത്തെത്തിയപ്പോൾ വരനും വധുവും പരസ്പരം മാല അണിയിക്കാനായി കൈകൾ ഉയർത്തി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ നിമിഷത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവ വികാസം അവിടെ അരങ്ങേറി. വരന്റെ പിതാവ് പെട്ടെന്ന് മുന്നോട്ട് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് നിർത്ത്, ഈ കല്യാണം ഇവിടെ വെച്ച് നടക്കില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായിപ്പോയി. ഭയന്നു പോയ രമേശ് വിറക്കുന്ന കൈകൾ കൂപ്പി വരന്റെ പിതാവിന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്താണ് പറ്റിയത് ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അദ്ദേഹം വിനയത്തോടെ ചോദിച്ചു. എന്നാൽ വരന്റെ പിതാവ് ക്രൂരമായ മുഖത്തോടെ പറഞ്ഞു, പ്രശ്നമല്ല, വലിയൊരു തെറ്റാണ് സംഭവിച്ചത്. വിവാഹത്തിന് മുൻപ് തരാമെന്ന് പറഞ്ഞിരുന്ന സ്ത്രീധന തുകയിലെ ബാക്കി പണം ഇതുവരെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. പണം മുഴുവൻ കിട്ടാതെ എന്റെ മകൻ ഈ പെണ്ണിന്റെ കഴുത്തിൽ മാലയിടില്ല. ഇത് കേട്ട് രമേശ് തകർന്നു പോയി. എനിക്കല്പം സമയം കൂടി തരൂ, കല്യാണം കഴിയട്ടെ. നിങ്ങൾ ചോദിച്ച പണം മുഴുവനായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർക്കാം. എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഈ കല്യാണത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. എന്നാൽ പണത്തോടുള്ള ആർത്തിമൂത്ത വരന്റെ വീട്ടുകാർ ആ യാചനകൾ കേൾക്കാൻ തയ്യാറായില്ല. ഒരു രൂപ പോലും കുറയാൻ പാടില്ല. പണമില്ലെങ്കിൽ ഞങ്ങൾ ഈ മണ്ഡപത്തിൽ നിന്ന് പോവുകയാണ്. ഒരു വേലക്കാരന്റെ മകളെ സൗജന്യമായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ മണ്ടന്മാരല്ല എന്നവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ ആക്രോശിച്ചു. തന്റെ അച്ഛൻ അപമാനിക്കപ്പെടുന്നത് കണ്ട രേഖ കണ്ണീരോടെ മുന്നോട്ട് വന്നു. അച്ഛ, ആരുടെയും മുന്നിൽ കൈകൂപ്പരുത്. പണത്തിന് മാത്രം വില നൽകുന്ന ഈ കുടുംബത്തിലേക്ക് എനിക്ക് പോകേണ്ട എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് കൂടുതൽ പ്രകോപിതരായ വരന്റെ വീട്ടുകാർ വിവാഹം ഉപേക്ഷിച്ച് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നാട്ടുകാരും ബന്ധുക്കളും രേഖയെയും അച്ഛനെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. പെൺകുട്ടിക്ക് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് വരന്റെ വീട്ടുകാർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ചിലർ അടക്കം പറഞ്ഞു. ഒരു പാവപ്പെട്ട പിതാവിന്റെ മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതവുമാണ് അവിടെ തകർന്നു തരിപ്പണമായത്. മണ്ഡപത്തിലിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന രേഖയെയും നെഞ്ചു പൊട്ടിക്കരയുന്ന രമേശിനെയും കണ്ട് സദസ്സിൽ നിന്നിരുന്ന രഘുവിന്റെ മനസ്സ് അലിഞ്ഞു. പണത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട കുടുംബത്തോട് കാണിച്ച ആ വലിയ അനീതി അവന്റെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. വിവാഹ മണ്ഡപത്തിൽ അരങ്ങേറിയ ദാരുണമായ സംഭവങ്ങൾ കണ്ട് സദസ്സിൽ ഉണ്ടായിരുന്ന രഘുവിന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. പണത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട പിതാവിനെ അപമാനിക്കുകയും ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ ജീവിതം തകർക്കുകയും ചെയ്ത വരന്റെ വീട്ടുകാരുടെ ക്രൂരത അവനിൽ വലിയ പ്രതിഷേധം ഉയർത്തി. സ്വന്തം കൺമുന്നിൽ ഒരു വേലക്കാരന്റെ ആത്മാഭിമാനം ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ആളുകളുടെ ക്രൂരമായ വാക്കുകളും പരിഹാസ ചോദ്യങ്ങളും കേട്ട് നെഞ്ചു പൊട്ടിക്കരയുന്ന രമേശിന്റെ അടുത്തേക്ക് രഘു സാവധാനം നടന്നു ചെന്നു. രഘു രമേശിന്റെ തോളിൽ അനുതാപത്തോടെ കൈവച്ചു. രമേശേട്ടാ, ദയവ് ചെയ്ത് കരച്ചിൽ നിർത്തൂ. സ്വയം കുറ്റപ്പെടുത്താനോ സങ്കടപ്പെടാനോ ഇവിടെ ഒന്നുമില്ല. പണത്തോട് മാത്രം ആർത്തിയുള്ള, സ്നേഹത്തിനും ബന്ധങ്ങൾക്കും വില കൽപ്പിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് രേഖ പോകാതിരിക്കുന്നതാണ് അവളുടെ ഭാഗ്യം. അങ്ങനെയുള്ള വീട്ടിൽ അവൾ ചെന്നു പെട്ടിരുന്നുവെങ്കിൽ അവളുടെ ജീവിതകാലം മുഴുവൻ കണ്ണീരായി മാറുമായിരുന്നു.
ഇത്തരം ആളുകളിൽ നിന്ന് രേഖ രക്ഷപ്പെട്ടതാണ് എന്ന് രഘു ആശ്വസിപ്പിച്ചു. പക്ഷേ രമേശിന് സങ്കടം നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം വിറക്കുന്ന കൈകൾ കൂപ്പി രഘുവിനോട് കരഞ്ഞു പറഞ്ഞു, എനിക്കത് മനസ്സിലാകും രഘുമോനെ, പക്ഷേ ഈ സമൂഹം അത് കാണില്ലല്ലോ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വരൻ ഉപേക്ഷിച്ചു പോയ പെണ്ണെന്ന് പറഞ്ഞ് ഈ നാട്ടുകാർ മുഴുവൻ എന്റെ മകളെ കുറ്റപ്പെടുത്തും. ആരുമിനി അവൾക്കൊരു ജീവിതം നൽകില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു ദുരന്തം വേറെ എന്താണ് സംഭവിക്കാനുള്ളത്? എല്ലാം എന്റെ കുറ്റമാണ്. പണം മുഴുവൻ കൃത്യമായി സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. രമേശിന്റെ വാവിട്ടുള്ള കരച്ചിലും കണ്ണീരൊഴുക്കി വിറച്ചു നിൽക്കുന്ന രേഖയുടെ അവസ്ഥയും രഘുവിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ഏതാനും നിമിഷങ്ങൾ അവൻ ചിന്താകുലനായി നിന്നു. അവിടെ നിൽക്കുന്ന ആളുകളുടെ അനാവശ്യമായ ഗോസിപ്പുകളും അപവാദ പ്രചരണങ്ങളും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് രഘുവിന്റെ മനസ്സിൽ ഒരു വലിയ നിശ്ചയദാർഢ്യം രൂപപ്പെട്ടു. അവൻ തികഞ്ഞ ഗൗരവത്തോടെ രമേശിനോട് സംസാരിക്കാൻ തുടങ്ങി. രമേശ് ചേട്ടാ, നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായി വിശ്വാസമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രേഖക്ക് പൂർണ്ണ മനസ്സോടെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ രേഖയെ വിവാഹം കഴിക്കാം, രഘു ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു. രഘുവിന്റെ ഈ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഒപ്പം അവന്റെ സുഹൃത്തും ഒരേപോലെ ഞെട്ടിത്തെറിച്ചു. പ്രമുഖമായ ഒരു കമ്പനിയുടെ ഉടമയും കോടീശ്വരനുമായ ഒരു ചെറുപ്പക്കാരൻ തന്റെ കമ്പനിയിലെ സാധാരണക്കാരനായ ഒരു വേലക്കാരന്റെ മകളെ താലി കെട്ടാൻ തയ്യാറാകുന്നു എന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രമേശ് വിശ്വസിക്കാനാവാതെ രഘുവിനെ നോക്കി. രഘുമോനെ, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ പദവി എന്താണ്? ഞങ്ങളുടെ അവസ്ഥ എന്താണ്? വികാരഭരിതനായി നീ ഇത്തരം ഒരു വലിയ തീരുമാനമെടുക്കരുത്. നീ ഒരു വലിയ കോടീശ്വരനാണ്, ഞങ്ങൾ പാവപ്പെട്ടവരും, അദ്ദേഹം ഭയത്തോടെ പറഞ്ഞു. ബന്ധങ്ങളും വിവാഹങ്ങളും ഉണ്ടാകേണ്ടത് മനസ്സുകൊണ്ടാണ്, പണം കൊണ്ടല്ല രമേശ് ചേട്ടാ, രഘു ശാന്തമായി പറഞ്ഞു. രേഖ സ്വന്തം അച്ഛന്റെ ആത്മാഭിമാനം കാക്കാൻ വേണ്ടി പണത്തിനു മുന്നിൽ തലകുനിക്കില്ലെന്ന് ധീരമായി പറഞ്ഞവളാണ്. അച്ഛന്റെ മാനത്തിനാണ് അവൾ മുൻഗണന നൽകിയത്. അങ്ങനെയുള്ള നല്ല സംസ്കാരവും ആത്മാഭിമാനവുമുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. എന്റെ ഭാഗത്തു നിന്നും ഈ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ്. എങ്കിലും അവസാന തീരുമാനം രേഖയുടേതാണ്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി അവൾ ഇതിനെ സമ്മതിക്കേണ്ടതില്ല. രേഖ തിളങ്ങുന്ന കണ്ണുകളോടെ രഘുവിനെ നോക്കി. തങ്ങളെ വൻ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ മുന്നോട്ട് വന്ന ആ വലിയ മനുഷ്യന്റെ മനസ്സും ഉന്നതമായ ചിന്താഗതിയും അവൾ തിരിച്ചറിഞ്ഞു. തനിക്ക് ജീവിതം നൽകാൻ തയ്യാറായ ആ നല്ല വ്യക്തിയോട് അവൾക്ക് അളവറ്റ ബഹുമാനം തോന്നി. അച്ഛന്റെ കണ്ണീര് തുടക്കാനും സ്വന്തം മാന്യത വീണ്ടെടുക്കാനും രേഖ ആ വിവാഹത്തിന് തലയാട്ടി പൂർണ്ണ സമ്മതം അറിയിച്ചു. മണ്ഡപത്തിലെ പണ്ഡിതൻ അനുയോജ്യമായ മുഹൂർത്ത സമയം ഇനിയും ബാക്കിയുണ്ടെന്ന് അറിയിച്ചു. എല്ലാവരെയും സാക്ഷി നിർത്തി രഘു രേഖയുടെ കഴുത്തിൽ താലി ചാർത്തി. രമേശ് കണ്ണീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കേണ്ടിയിരുന്ന ആ വിവാഹം പുതിയൊരു പ്രതീക്ഷയോടെയും ആദരവോടെയും മനോഹരമായി പൂർത്തിയായി. രമേശിന്റെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെയും നന്ദിയുടെയും കണ്ണീർ നിറഞ്ഞു നിന്നു. വിവാഹ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം രഘു രേഖയെയും കൂട്ടി സ്വന്തം ആഡംബര ബംഗ്ലാവിലേക്ക് യാത്രയായി. എന്നാൽ ആ തിളങ്ങുന്ന കാറിനുള്ളിൽ ഇരിക്കുമ്പോഴും രേഖയുടെ ഉള്ളിൽ ചെറിയൊരു ഭയവും ആകാംക്ഷയും ഉണ്ടായിരുന്നു. സാധാരണക്കാരനായ ഒരു വേലക്കാരന്റെ മകളായ തനിക്ക് ഈ കോടീശ്വരന്റെ ലോകവുമായി പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന ചിന്ത അവളെ അലട്ടി. രഘുവിന്റെ കുടുംബം സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങളിൽ പെട്ടതായിരുന്നു. അവന്റെ അമ്മക്കും അനിയത്തിക്കും തങ്ങളുടെ സമ്പത്തിലും പദവിയിലും വലിയ അഹങ്കാരമുണ്ടായിരുന്നു. അനാഥരും പാവപ്പെട്ടവരുമായ ആളുകളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് അവരുടെ ഒരു പതിവായിരുന്നു. ഈ സമയത്ത് മകൻ വലിയൊരു മീറ്റിംഗിനും വിവാഹത്തിനും പോയിട്ട് സന്തോഷ വാർത്തയുമായി തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് അമ്മയും അനിയത്തിയും വീടിന്റെ പൂമുഖത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ആഡംബര കാർ വീടിന്റെ വിശാലമായ ഉമ്മറത്ത് വന്നു നിന്നു. ഡ്രൈവർ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ രഘു ആദ്യം ഇറങ്ങി. തുടർന്ന് ലളിതമായ കല്യാണ വസ്ത്രങ്ങൾ അണിഞ്ഞ രേഖയും പുറത്തിറങ്ങി. അവളുടെ മുഖത്ത് നാണവും ഒപ്പം ഭയവും നിഴലിച്ചിരുന്നു. ലളിതമായ വേഷവിധാനങ്ങളോടെ നിൽക്കുന്ന രേഖയെ കണ്ടപ്പോൾ തന്നെ അമ്മയുടെയും അനിയത്തിയുടെയും മുഖം കറുത്തിരുണ്ടു. രഘു, എന്താണിതെല്ലാം? ആരാണീ പെൺകുട്ടി? നീ എന്തിനാണ് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അമ്മ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ഉറക്കെ ചോദിച്ചു. രഘു രേഖയുടെ കൈ പിടിച്ച് മുന്നോട്ട് വന്ന് ശാന്തമായി പറഞ്ഞു. അമ്മേ, ഇത് രേഖ, എന്റെ ഭാര്യ. ഞാൻ ഇവളെ കല്യാണം കഴിച്ചു. എന്ത്, ഭാര്യയോ? അമ്മ നെട്ടലോടെ അലറി. നീ ഏത് വീട്ടിലെ പെൺകുട്ടിയെയാണ് ഈ വീടിന്റെ മരുമകളാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഇവളുടെ രൂപം കണ്ടിട്ട് നമ്മുടെ വീട്ടിലെ വേലക്കാരൻ രമേശിന്റെ മകളെ പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ അമ്മേ, ഇത് രമേശിന്റെ മകൾ രേഖ തന്നെയാണ്, രഘു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വിവാഹ മണ്ഡപത്തിൽ വെച്ച് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായി. വരന്റെ വീട്ടുകാർ പണത്തിനു വേണ്ടി രമേശിനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ രേഖയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് കേട്ടതോടെ അമ്മയുടെ കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടു. ഒരു വേലക്കാരന്റെ മകളെയാണോ നീ വീടിന്റെ മരുമകളാക്കിയത്? അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. ഇവളെപ്പോലൊരു പാവപ്പെട്ട പെണ്ണിന് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല. ഒരു വേലക്കാരന്റെ ചോരയെ ഞാൻ ഒരിക്കലും എന്റെ മരുമകളായി അംഗീകരിക്കില്ല. ഇവളെ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിട്. രഘുവിന്റെ അനിയത്തിയും അമ്മയോടൊപ്പം ചേർന്ന് രേഖയെ പരിഹസിക്കാൻ തുടങ്ങി. ചേട്ടാ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? നാളെ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് മറുപടി പറയുക? നമ്മുടെ വേലക്കാരന്റെ മകളെയാണോ ചേട്ടൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് ആളുകൾ നമ്മളെ പരിഹസിക്കില്ലേ? തനിക്കെതിരെ ഉയർന്ന രൂക്ഷമായ വാക്കുകൾ കേട്ട് രേഖ കണ്ണീരോടെ തല താഴ്ത്തി നിന്നു. എന്നാൽ രഘു തന്റെ തീരുമാനത്തിൽ ഒട്ടും പതറിയില്ല. അവൻ അമ്മയുടെയും അനിയത്തിയുടെയും മുന്നിൽ ഉറച്ചു നിന്നു. അമ്മേ, ഞാനെടുത്ത തീരുമാനം മാറ്റില്ല, രഘു ഗൗരവത്തോടെ പറഞ്ഞു. രേഖ വളരെ നല്ല സംസ്കാരവും ആത്മാഭിമാനവുമുള്ള പെൺകുട്ടിയാണ്. പണമല്ല ഒരു മനുഷ്യന്റെ ഗുണം നിശ്ചയിക്കുന്നത്. ഇന്നു മുതൽ ഇവൾ എന്റെ ഭാര്യ മാത്രമല്ല, ഈ വീടിന്റെ മരുമകളും ഒപ്പം ഈ വീടിന്റെ യജമാനത്തിയുമാണ്. ഈ വീട്ടിൽ എനിക്ക് ലഭിക്കുന്ന അതേ ബഹുമാനം രേഖക്കും ലഭിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. രഘുവിന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അമ്മക്ക് തൽക്കാലം കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവരുടെ മനസ്സിൽ രേഖയോടുള്ള വെറുപ്പും വിദ്വേഷവും പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. രേഖ ഭയത്തോടെയും മനസ്സിലെ വലിയ ഭാരത്തോടെയും ആ വലിയ ബംഗ്ലാവിലേക്ക് വലതുകാൽ വെച്ച് കയറി. രാത്രിയിൽ കിടപ്പുമുറിയിൽ വെച്ച് രഘു രേഖയെ ആശ്വസിപ്പിച്ചു. രേഖ, അമ്മക്കും അനിയത്തിക്കും കാര്യങ്ങൾ മനസ്സിലാകാൻ അല്പം സമയം വേണം. അമ്മ പറഞ്ഞ വാക്കുകൾ നീ മനസ്സിൽ വെക്കരുത്. സമയവും നിന്റെ സ്നേഹവും എല്ലാം ശരിയാക്കും, അവൻ പറഞ്ഞു. രേഖ പുഞ്ചിരിയോടെ അത് കേട്ടു നിന്നെങ്കിലും വരാനിരിക്കുന്ന കഠിനമായ ദിനങ്ങളെക്കുറിച്ച് ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ രഘുവിന് കമ്പനിയിലെ അത്യാവശ്യമായ ഒരു വിദേശ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. പോകുന്നതിനു മുമ്പ് അവൻ രേഖയോട് വളരെ സ്നേഹത്തോടെ യാത്ര പറഞ്ഞു. രേഖ, വിഷമിക്കേണ്ട, അമ്മയോടും അനിയത്തിയോടും ഞാൻ വീണ്ടും സംസാരിക്കാം, നീ ധൈര്യമായിരിക്കണം എന്ന് ആശ്വസിപ്പിച്ച ശേഷമാണ് അവൻ ഇറങ്ങിയത്. എന്നാൽ രഘു വീടിന്റെ പടിയിറങ്ങി കാറിൽ കയറിപ്പോയ ആ നിമിഷം തന്നെ രഘുവിന്റെ അമ്മയും അനിയത്തിയും തങ്ങളുടെ കപടമുഖം അഴിച്ചുവെച്ച് യഥാർത്ഥ സ്വരൂപം പുറത്തെടുത്തു. അടുക്കളയിൽ ജോലിക്കാർക്കൊപ്പം രാവിലത്തെ ജോലികളിൽ സഹായിക്കുകയായിരുന്ന രേഖയുടെ അടുത്തേക്ക് അമ്മ ദേഷ്യത്തോടെ പാഞ്ഞെത്തി. അവരുടെ കണ്ണുകളിൽ വെറുപ്പും അടങ്ങാത്ത ദേഷ്യവും അലതല്ലിയിരുന്നു. എന്താണ് ഇത്രയും വൈകിട്ടും നീ ഇവിടെ നിൽക്കുന്നത്? അമ്മ ഉറക്കെ അലറി. നീ വീടിന്റെ യജമാനത്തെയാണെന്ന് വിചാരിച്ചോ? രഘു ഉള്ളപ്പോൾ നീ വലിയ കാര്യത്തിൽ തല ഉയർത്തി നടന്നോളൂ. പക്ഷെ അവൻ പോയാൽ ഈ വീട്ടിൽ എന്റെ നിയമമാണ് നടക്കുക. ഈ വീട് മുഴുവൻ വൃത്തിയാക്കാൻ കിടക്കുകയാണ്. ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാ പണികളും നീ തന്നെ ചെയ്യണം. വേലക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം വെറുതെ കളയാൻ എനിക്ക് സൗകര്യമില്ല. അമ്മയുടെ പരുഷമായ ശബ്ദം കേട്ട് രേഖ ഭയന്നു പോയി. അവൾ വളരെ വിനയത്തോടെ പറയാൻ ശ്രമിച്ചു. അമ്മേ, വീട് വൃത്തിയാക്കാനും പാചകത്തിനും ജോലിക്കാരുണ്ടല്ലോ, ഞാൻ അവരെ സഹായിക്കാം. മിണ്ടിപ്പോകരുത്, അമ്മ അവളോട് ആക്രോശിച്ചു. വേലക്കാരുണ്ടെങ്കിൽ എന്താ? നിന്റെ അച്ഛനും ഒരു വേലക്കാരനല്ലേ? അച്ഛന്റെ കൂടെ നിനക്ക് ജോലി ചെയ്ത് പരിചയമുള്ള നിനക്ക് ഇതൊക്കെ വലിയ കാര്യമാണോ? ഒരു വേലക്കാരന്റെ മകൾക്ക് യോജിച്ച പണി തന്നെയാണല്ലോ ഇത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ പോയി വീട് മുഴുവൻ അടിച്ചു വാരി തുടക്ക്. അമ്മയുടെ ക്രൂരമായ വാക്കുകൾ രേഖയുടെ ഹൃദയത്തിൽ തറച്ചു കയറി. സ്വന്തം അച്ഛനെ ഇത്രയും തരം താഴ്ത്തി സംസാരിച്ചത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും വീട്ടിൽ ഒരു വഴക്കുണ്ടാകരുതെന്നും രഘുവിന് താൻ കാരണം തലവേദന സൃഷ്ടിക്കരുതെന്നും കരുതി അവൾ ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ തല താഴ്ത്തി ജോലികൾ ചെയ്യാൻ തുടങ്ങി. വലിയ ബംഗ്ലാവിന്റെ ഓരോ മുറിയും തുടക്കാനും കഴുകാനും അവൾ തനിയെ കഷ്ടപ്പെട്ടു. ഉച്ചയായപ്പോഴേക്കും അവൾ കഠിനമായ പണി ചെയ്ത് തളർന്നു പോയിരുന്നു. എങ്കിലും അവൾ അമ്മക്കും അനിയത്തിക്കും ഉച്ചഭക്ഷണം തയ്യാറാക്കി വിളമ്പി നൽകി. എന്നാൽ അവിടെയും അപമാനമാണ് അവളെ കാത്തിരുന്നത്. ഭക്ഷണം കഴിച്ച ഉടൻ അമ്മ പ്ലേറ്റ് തള്ളി മാറ്റി. ഈ പരിപ്പെന്താണ് ഇത്ര തണുത്തിരിക്കുന്നത്? നിനക്കൊരു കാര്യം പോലും ഒതുക്കത്തോടെ ചെയ്യാൻ അറിയില്ലേ? ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന നിനക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ജീവിക്കുന്നത്? അമ്മ അവളെ ആക്ഷേപിച്ചു. തൊട്ടു പിന്നാലെ രഘുവിന്റെ അനിയത്തി അഹങ്കാരത്തോടെ തന്റെ അലക്കി വെച്ച വില കൂടിയ വസ്ത്രങ്ങളുടെ വലിയൊരു ശേഖരം രേഖയുടെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. ഇതെല്ലാം പെട്ടെന്ന് തന്നെ കൃത്യമായി ഇസ്തിരിയിടണം. ഒരു ചെറിയ ചുളിവ് പോലും വീഴരുത്. പിന്നെ ഒന്നും കൂടി കേട്ടോളൂ, ഈ ഡ്രസ്സിൽ തൊടുന്നതിന് മുമ്പ് നിന്റെ കൈകൾ സോപ്പിട്ട് കഴുകണം. സാധാ ഡ്രസ്സുകളല്ല ഇത്, ഞങ്ങളുടെ വില കൂടിയ തുണികളാണ്. ഒരു വീടിന്റെ ഐശ്വര്യമായ മരുമകളായി മാനിക്കപ്പെടേണ്ടിയിരുന്ന രേഖ ആ വലിയ കൊട്ടാര സമ്പന്നമായ ബംഗ്ലാവിൽ വേലക്കാരേക്കാൾ കഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. എല്ലാ ജോലികളും ചെയ്ത് തളരുമ്പോഴും അവൾ ആരോടും പരാതി പറഞ്ഞില്ല. സ്വന്തം സങ്കടങ്ങൾ കണ്ണീരായി ഒഴുകുമ്പോൾ ഭർത്താവ് നൽകിയ സ്നേഹത്തെയും വാക്കിനെയും ഓർത്ത് അവൾ ആ വേദനകളെല്ലാം നിശബ്ദമായി സഹിച്ചു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും രേഖയുടെ മേലുള്ള അമ്മയുടെയും അനിയത്തിയുടെയും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ
വർദ്ധിച്ചു വന്നു. രഘു ഓഫീസിലേക്ക് പോകുന്ന സമയമത്രയും രേഖക്ക് ആ വീട്ടിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. എങ്കിലും ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ അവൾ തന്റെ കണ്ണീരും ക്ഷീണവും മറച്ചുവെച്ച് പുഞ്ചിരിയോടെ അവന്റെ മുന്നിൽ നിലകൊണ്ടു. വീട്ടിൽ തനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും അമ്മയും അനിയത്തിയും തന്നോട് നന്നായി പെരുമാറുന്നുണ്ടെന്നും അവൾ രഘുവിനോട് കള്ളം പറഞ്ഞു. കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്ന ആഗ്രഹമായിരുന്നു അതിന് കാരണം. എന്നാൽ ആ വീട്ടിൽ ദീർഘകാലമായി പണിയെടുക്കുന്ന ശാന്തി എന്ന പ്രായമായ വേലക്കാരി ഇതെല്ലാം കൺമുന്നിൽ കാണുന്നുണ്ടായിരുന്നു. ഒരു കോടീശ്വരന്റെ ഭാര്യയായിരുന്നിട്ടും സ്വന്തം പദവിയുടെ അഹങ്കാരമില്ലാതെ ജോലിക്കാരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന രേഖയോട് ശാന്തിക്ക് വലിയ ബഹുമാനവും വാത്സല്യവും തോന്നി. ഒരു ദിവസം ഉച്ചക്ക് വീടിന്റെ വലിയ ഹാളിലെ തറ തുടച്ച് തളർന്ന് ശ്വാസം എടുക്കാൻ പോലും പ്രയാസപ്പെട്ട് നിലത്തിരിക്കുന്ന രേഖയുടെ അടുത്തേക്ക് ശാന്തി സാവധാനം നടന്നു ചെന്നു. അവൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം രേഖക്ക് നീട്ടി. മോളെ, ഇത് കുടിക്കൂ, ശാന്തി സങ്കടത്തോടെ പറഞ്ഞു. നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? നീ വീടിന്റെ യജമാനത്തിയാണ്, സാറിന്റെ ഭാര്യയാണ്. ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ ഞങ്ങൾ വേലക്കാരുണ്ടല്ലോ. നിന്നെ കൊണ്ട് കൊച്ചമ്മയും ചെറിയ കൊച്ചമ്മയും ഇങ്ങനെ പണി ചെയ്യിക്കുന്നത് വലിയ അനീതിയാണ്. രേഖ വെള്ളം വാങ്ങി കുടിച്ച ശേഷം പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സാരമില്ല ചേച്ചി, എനിക്കൊരു കുഴപ്പവുമില്ല. ജോലി ചെയ്യുന്നത് മോശമായ കാര്യമാണോ? എന്റെ അച്ഛനും പണി ചെയ്താണ് എന്നെ വളർത്തിയത്. ഇതിലെനിക്ക് വിഷമമൊന്നുമില്ല. ശാന്തി കണ്ണീരോടെ അവളുടെ കൈകൾ പിടിച്ചു. അങ്ങനെയല്ല മോളെ, പണി ചെയ്യുന്നതല്ല പ്രശ്നം. അവർ നിന്നെ പണി ചെയ്യിക്കുന്നത് സ്നേഹം കൊണ്ടല്ല, നിന്നെ തരം താഴ്ത്താനും അപമാനിക്കാനുമാണ്. എന്തിനാണ് നീ രഘു സാറിൽ നിന്ന് ഇത് ഒളിപ്പിച്ചു വെക്കുന്നത്? ഇന്ന് വൈകുന്നേരം സാർ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയൂ. സാർ അമ്മയോടും കൊച്ചമ്മയോടും ദേഷ്യപ്പെടുകയും നിന്നെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. രേഖ ശാന്തിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭയത്തോടെയും ആകുലതയോടെയും പറഞ്ഞു. അയ്യോ ചേച്ചി, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് കാരണം ഈ വീട്ടിൽ വഴക്കുണ്ടാകാൻ പാടില്ല. രഘുവേട്ടൻ അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്. അദ്ദേഹം സ്വന്തം അമ്മയെയും അനിയത്തിയെയും ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പരാതി പറഞ്ഞാൽ അദ്ദേഹം അവരോട് തെറ്റും. ഒരു കുടുംബത്തെ വേർപിരിക്കുന്നവളായി മാറാൻ എനിക്ക് കഴിയില്ല. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനാണ്, അത് തകർക്കാനല്ല. പക്ഷേ മോളെ, ഇത്രയും ക്രൂരത സഹിച്ചിട്ട് നീ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ശാന്തി ചോദിച്ചു. സ്നേഹവും ക്ഷമയും കൊണ്ട് ഏത് കഠിനമായ ഹൃദയത്തെയും മാറ്റിയെടുക്കാൻ കഴിയും ചേച്ചി, രേഖ പ്രകാശിക്കുന്ന കണ്ണുകളോടെ പറഞ്ഞു. ഇന്നവർ എന്നെ വെറുക്കുന്നുണ്ടാകാം, കാരണം എന്റെ പാവപ്പെട്ട പശ്ചാത്തലമാണ്. എങ്കിലും എന്റെ സ്നേഹവും വിശ്വാസത്തെയും കണ്ട് എന്നെ അവർ സ്വന്തം മകളെ പോലെ സ്വീകരിക്കുന്നുവോ ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. അതുവരെ ഞാൻ സന്തോഷത്തോടെ ഇതെല്ലാം സഹിക്കും. രേഖയുടെ വാക്കുകൾ കേട്ട് ശാന്തി വിങ്ങിപ്പൊട്ടി. സാമ്പത്തികമായി താഴെയാണെങ്കിലും വലിയ മനസ്സിന്റെയും നല്ല സംസ്കാരത്തിന്റെയും ഉടമയായ രേഖയോട് ശാന്തിക്ക് വലിയ ആരാധന തോന്നി. മറ്റു വേലക്കാരും രേഖയുടെ പവിത്രമായ മനസ്സും സഹനശക്തിയും കണ്ട് അത്ഭുതപ്പെട്ടു. എന്നാൽ രേഖയുടെ ഈ നിശബ്ദതയെ അമ്മയും അനിയത്തിയും അവളുടെ ബലഹീനതയായി തെറ്റിദ്ധരിക്കുകയും കൂടുതൽ ദ്രോഹിക്കാൻ മടിക്കാതിരിക്കുകയും ചെയ്തു. വീട്ടിൽ പൂജയും വഴിപാടുകളും നടക്കാൻ തീരുമാനിച്ച ദിവസമായിരുന്നു അത്. പൂജക്ക് മുന്നോടിയായി വീടിന്റെ ഓരോ കോണും തുടച്ച് വൃത്തിയാക്കാനും അതിഥികൾക്കായി മധുര പലഹാരങ്ങൾ തയ്യാറാക്കാനും അമ്മ രേഖയോട് ആജ്ഞാപിച്ചു. രാവിലെ മുതൽ ഒരൽപ്പം പോലും വിശ്രമമില്ലാതെ രേഖ പണിത്തിരക്കിലായിരുന്നു. സ്വന്തം ശരീരത്തിലെ ക്ഷീണം മറന്ന് അവൾ വീടും പൂജാമുറിയും മനോഹരമായി അലങ്കരിക്കുകയും കഠിനാധ്വാനം ചെയ്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. വൈകുന്നേരത്തോടെ പൂജകൾ ആരംഭിക്കാറായി. അതിഥികളും ബന്ധുക്കളും വീട്ടിലേക്ക് വന്നു തുടങ്ങി. ചടങ്ങുകൾക്ക് മുന്നോടിയായി ക്ഷേത്രത്തിൽ പോകാൻ സമയമായപ്പോൾ രേഖ തനിക്ക് രഘു സമ്മാനിച്ച നല്ലൊരു പട്ടുസാരി എടുത്ത് നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞ് ഇറങ്ങി വന്നു. അവളുടെ മനോഹരമായ രൂപം കണ്ടപ്പോൾ അമ്മയുടെ മുഖം വീണ്ടും ദേഷ്യത്താൽ ചുമന്നു. ഈ വില കൂടിയ പട്ടുസാരി അണിഞ്ഞ് നീ എങ്ങോട്ടാണ് പോകുന്നത്? അമ്മ എല്ലാവരും കേൾക്കെ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മേ, ഇന്ന് വീട്ടിൽ പൂജയല്ലേ, ക്ഷേത്രത്തിൽ പോകാൻ സമയമായപ്പോൾ ഈ സാരി ഉടുത്തതാണ്, രേഖ താഴ്മയോടെ പറഞ്ഞു. ഇത്രയും വില കൂടിയ തുണികൾ ഇടാൻ നിനക്ക് നാണമില്ലേ? അമ്മ അവളെ അധിക്ഷേപിച്ചു. കണ്ടാൽ ഒരു വേലക്കാരിയാണെന്നേ പറയൂ. ഒരു വേലക്കാരന്റെ മകൾ സാധാരണ വസ്ത്രം അണിയുന്നതാണ് ഭംഗി. ഈ സാരി പെട്ടെന്ന് മാറ്റി ലളിതമായ വസ്ത്രം ധരിച്ചു വന്ന് അതിഥികൾക്ക് പലഹാരം വിളമ്പ്. രേഖ ഒരക്ഷരം മിണ്ടാതെ കണ്ണീരോടെ മുറിയിൽ പോയി പഴയൊരു സാധാരണ സാരി മാറിയെടുത്ത് തിരികെ എത്തി. അതിഥികൾക്ക് ചായയും മധുര പലഹാരങ്ങളും നൽകുന്നതിനിടെ അബദ്ധവശാൽ ഒരു അതിഥിക്ക് മധുര പലഹാരം ആദ്യം നൽകാൻ രേഖ തുനിഞ്ഞു. അത് കണ്ട് രഘുവിന്റെ അനിയത്തി പെട്ടെന്ന് ഓടിയെത്തി അവളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് തട്ടിപ്പറിച്ച് അപമാനിച്ചു. നിനക്കൊരു കാര്യവും നേരെ ചൊവ്വേ ചെയ്യാൻ അറിയില്ലേ? അല്പം പോലും വിവരമില്ലാത്ത നിന്നെ പോലുള്ള ഒരു പെണ്ണിനെയാണല്ലോ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നെല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ അലറി. അതിഥികൾക്ക് മുൻപിൽ വെച്ച് അപമാനിതയായ രേഖ അടുക്കളയിലേക്ക് ഓടിപ്പോയി. വിറക്കുന്ന കൈകളോടെ
ഞെട്ടലോടെ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് മാറ്റുന്നതിനിടെ അബദ്ധത്തിൽ അവളുടെ കൈയിലേക്ക് തിളച്ച എണ്ണ തെറിച്ചു വീണു. കൈ പൊള്ളി വേദന കൊണ്ട് പിടഞ്ഞ അവൾ നിലവിളിച്ചു പോയി. അത് കണ്ട് ഓടിയെത്തിയ വേലക്കാരി ശാന്തി അവൾക്ക് മരുന്ന് പുരട്ടാൻ ശ്രമിച്ചു. എന്നാൽ അമ്മ ഓടിയെത്തി ശാന്തിയെ തടഞ്ഞു. അവിടെ നിൽക്ക് ശാന്തി, ഇവൾക്കിതൊക്കെ അനുഭവിക്കാനുള്ള ശേഷിയൊക്കെയുണ്ട്, കൂടുതൽ ആശ്വസിപ്പിക്കാൻ പോകേണ്ട എന്ന് ക്രൂരമായി പറഞ്ഞു. തന്റെ പൊള്ളിയ കൈയേക്കാൾ രേഖയെ വേദനിപ്പിച്ചത് അവരുടെ വാക്കുകളായിരുന്നു. താൻ എത്രത്തോളം വിനീതയായി നിന്നാലും ഇവർ തന്നോട് സ്നേഹം കാണിക്കില്ലെന്ന് അവൾക്കുറപ്പായി. ഭർത്താവിനോട് പരാതി പറയാൻ സാധിക്കാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ രേഖ വിങ്ങിപ്പൊട്ടി. ഈ വീട്ടിൽ താൻ ഒരു ഭാരമാണെന്നും താൻ കാരണം രഘുവേട്ടന് തന്റെ കുടുംബത്തെ നഷ്ടപ്പെടുമെന്നും ആ പാവം പെൺകുട്ടി ഭയന്നു. ക്ഷേത്രത്തിലെ പൂജയും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളും രേഖയുടെ മനസ്സിൽ വലിയൊരു നിരാശയുടെ നിഴൽ വീഴ്ത്തി. താൻ എത്രത്തോളം വിനീതയായി നിന്നാലും എത്രത്തോളം ജോലികൾ ചെയ്തു തീർത്താലും അമ്മയും അനിയത്തിയും തന്നെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കില്ലെന്ന് അവൾക്ക് വ്യക്തമായി. സ്വന്തം സാന്നിധ്യം ആ വീട്ടിലെ എല്ലാവർക്കും അസ്വസ്ഥയും ദേഷ്യവും മാത്രമേ നൽകുന്നുള്ളൂ എന്ന തിരിച്ചറിവ് ആ പാവം പെൺകുട്ടിയെ തളർത്തിക്കളഞ്ഞു. അതിനേക്കാളേറെ ഏതെങ്കിലും ഒരു ദിവസം ഈ സത്യങ്ങളൊക്കെ രഘു അറിയുകയും അതിന്റെ പേരിൽ അവൻ സ്വന്തം അമ്മയോടും അനിയത്തിയോടും വഴക്കിട്ട് ആ ബന്ധം തകരുകയും ചെയ്യുമോ എന്ന ഭയമായിരുന്നു അവളെ വല്ലാതെ വേട്ടയാടിയത്. അടുത്ത ദിവസം രാവിലെ രഘുവിന് കമ്പനിയിൽ പ്രധാനമായ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അവൻ തിടുക്കത്തിൽ യാത്രയാകാൻ ഒരുങ്ങി. എന്നാൽ പോകുന്നതിന് മുമ്പ് രേഖയുടെ മുഖത്തെ പേടിയും കണ്ണുകളിലെ അപാരമായ സങ്കടവും രഘുവിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നില്ല. സാധാരണ കാണാറുള്ള അവളിലെ പ്രസരിപ്പ് അന്ന് തീർത്തും നഷ്ടപ്പെട്ടിരുന്നു. അവൻ രേഖയുടെ അരികിലേക്ക് ചെന്ന് സ്നേഹത്തോടെ ചോദിച്ചു, രേഖ, നിനക്ക് സുഖമില്ലേ? എന്താണ് നിന്റെ മുഖം വല്ലാതെ കറുത്തിരിക്കുന്നത്? രാത്രി ഉറങ്ങിയില്ലേ? രേഖ ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയന്നു. തന്റെ ഉള്ളിലെ സങ്കടം പുറത്തു വന്നാൽ അവൻ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് അവൾക്കറിയാം. അവൾ വേഗത്തിൽ വിറക്കുന്ന ചുണ്ടുകളോടെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഈ ഒന്നുമില്ല ചേട്ടാ, എനിക്കൊരു കുഴപ്പവുമില്ല, അവൾ കള്ളം പറഞ്ഞു. ഇന്നലെ പൂജയായതുകൊണ്ട് അല്പം ജോലി കൂടുതലായിരുന്നു, ആ ക്ഷീണം മാത്രമാണ്. അമ്മയും അനിയത്തിയും ഇപ്പോൾ എന്നോട് വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മീറ്റിംഗിന്റെ കാര്യം മാത്രം ആലോചിച്ച് വിഷമിക്കാതെ പോയി വരൂ. രഘു അത് വിശ്വസിച്ചു. അവൻ അവളോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം അവളുടെ തലയിൽ തലോടി പറഞ്ഞു, എല്ലാം ശരിയാകും രേഖ, എനിക്ക് നിന്നിൽ വലിയ വിശ്വാസമുണ്ട്. രഘു ഓഫീസിലേക്ക് പോയി. രഘുവിന്റെ കാർ കണ്ണിൽ നിന്ന് മറഞ്ഞ നിമിഷം രേഖ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. ഇനിയൊരു നിമിഷം പോലും ഈ വീട്ടിൽ തുടരുന്നത് ശരിയല്ല. താൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അമ്മയുടെയും അനിയത്തിയുടെയും മനസ്സിലെ ദേഷ്യം മാറില്ല. അതേതെങ്കിലും ഒരു ദിവസം രഘുവിന്റെയും അമ്മയുടെയും ബന്ധം ശാശ്വതമായി തകർക്കാൻ കാരണമാകും. ഭർത്താവിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി താൻ സ്വയം ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലതെന്ന് അവൾ കരുതി. രേഖ തന്റെ മുറിയിലേക്ക് കയറി. വില കൂടിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും അവൾ തൊട്ടില്ല. താൻ വന്നപ്പോൾ ഉടുത്തിരുന്ന ലളിതമായ പഴയ സാരി മാത്രം അവൾ കയ്യിലെടുത്തു. തുടർന്ന് രഘുവിനായി ഒരു ചെറിയ കത്ത് എഴുതി വെച്ചു. എന്നെ തിരഞ്ഞ് ആരും വരണമെന്നില്ല. ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു വഴക്കും അപമാനവും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. കത്ത് മേശപ്പുറത്ത് വെച്ച ശേഷം കണ്ണീരോടെ ആ വീടിന്റെ ഉമ്മറപ്പടികൾ ഇറങ്ങി രേഖ നടന്നുപോയി. വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് രഘു വീട്ടിലേക്ക് തിരികെ എത്തിയത്. വീടിന്റെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ പതിവ് പ്രകാശമില്ലാതെ വീട് വിജനമായി കിടക്കുന്നതായി അവന് തോന്നി. അവൻ ഉറക്കെ വിളിച്ചു, രേഖ. എന്നാൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഹാളിൽ ഇരിക്കുകയായിരുന്ന അമ്മയോടും അനിയത്തിയോടും അവൻ കാര്യം അന്വേഷിച്ചു. അമ്മേ, രേഖ എവിടെ? അവൾ മുറിയിലില്ലല്ലോ. അമ്മ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല മോനെ, രാവിലെ നീ പോയതിന് പിന്നാലെ അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഈ വലിയ വീടിന്റെ ഉത്തരവാദിത്തങ്ങളും ജോലികളും ഒന്നും ചെയ്യാൻ വയ്യാതെ അവൾ സ്വന്തം വഴി നോക്കി പോയതായിരിക്കും. അങ്ങനെയുള്ള പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇത്രയും വലിയ കൊട്ടാരത്തിൽ ജീവിക്കാൻ അറിയില്ലല്ലോ. അമ്മയുടെ ആ വാക്കുകൾ കേട്ട രഘുവിന് വലിയ അത്ഭുതവും സംശയവും തോന്നി. കാരണം രേഖ ഒരിക്കലും യാതൊരു കാരണവുമില്ലാതെ ആരോടും പറയാതെ വീട് വിട്ടു പോകുന്ന ടൈപ്പ് പെൺകുട്ടിയല്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. എന്തോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അവന് തോന്നി. രേഖ വീട് വിട്ടിറങ്ങിയ വിവരം അറിഞ്ഞ് അമ്മയും അനിയത്തിയും വീണ്ടും അവളെ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരി ശാന്തിക്ക് കൂടുതൽ സമയം നിശബ്ദമായിരിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നാൾ രേഖ സഹിച്ച പീഡനങ്ങളും അതിക്രമങ്ങളും അവളുടെ കൺമുന്നിൽ മിന്നിമറഞ്ഞു. സ്വന്തം തെറ്റുകൾ ഒളിച്ചു വെക്കാൻ അവളെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ശാന്തിയുടെ ഉള്ളിലെ ഭയം മാറി. അവൾ വിറക്കുന്ന കൈകൾ കൂപ്പി രഘുവിന്റെ മുന്നിലേക്ക് ഇറങ്ങി നിന്നു. സർ, എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലും വേണ്ടിയില്ല. ഇന്ന് ഞാൻ സത്യം പറയും. കൊച്ചമ്മയും അമ്മയും പറയുന്നത് പൂർണ്ണമായും കള്ളമാണ്. രഘു നെട്ടലോടെ ശാന്തിയെ നോക്കി. ശാന്തി, നീ എന്താണ് പറയുന്നത്? വ്യക്തമായി പറയൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ശാന്തി കണ്ണീരോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. സർ, രേഖ മോളെ ഈ
ഈ വീട്ടിൽ വന്ന ദിവസം മുതൽ ഒരു മരുമകളായല്ല, വേലക്കാരിയേക്കാൾ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. വലിയ കൊച്ചമ്മയും ചെറിയ കൊച്ചമ്മയും ചേർന്ന് ഈ വീടിന്റെ പണികൾ മുഴുവൻ മോളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. ദിവസവും ദ്രോഹിക്കുകയും തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. അബദ്ധത്തിൽ കൈ പൊള്ളിയപ്പോൾ പോലും ഒരു തുള്ളി മരുന്ന് പുരട്ടാൻ അനുവദിച്ചില്ല. രഘു വിശ്വസിക്കാനാവാതെ വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു, എന്നിട്ടും രേഖ എന്തിനാണ് എന്നോട് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചത്? എന്നോടൊരു വാക്ക് പോലും പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? മോള് ഞങ്ങളോട് കെഞ്ചി പറഞ്ഞു സാറിനോട് ഇതൊന്നും പറയരുതെന്ന്. ശാന്തി വിങ്ങിപ്പൊട്ടി. താൻ കാരണം സാറും കുടുംബവും തമ്മിൽ വഴക്കുണ്ടാകരുതെന്നും എന്നെങ്കിലും ഒരു ദിവസം അമ്മയും അനിയത്തിയും തന്നെ മകളായി സ്വീകരിക്കുമെന്നും മോള് വിശ്വസിച്ചിരുന്നു. സ്വന്തം വേദന ഉള്ളിലൊതുക്കിയാണ് ആ പാവം ഇവിടെ ജീവിച്ചത്. ഇത് കേട്ട നിമിഷം രഘുവിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. അവൻ ദേഷ്യത്തോടും ആഴത്തിലുള്ള സങ്കടത്തോടും തന്റെ അമ്മയെയും അനിയത്തിയെയും നോക്കി. അമ്മേ, നിങ്ങളാണോ ഇത് ചെയ്തത്? എന്റെ ഭാര്യയോടാണോ നിങ്ങൾ ഈ ക്രൂരത കാട്ടിയത്? രഘു ഉറക്കെ നിലവിളിച്ചു. ഈ വീടിനെ സ്വന്തം വീടായി കണ്ട് എല്ലാവരെയും സ്നേഹിച്ച എന്റെയും നിങ്ങളുടെയും ബന്ധം കാക്കാൻ സ്വന്തം ആത്മാഭിമാനം ബലി കൊടുത്ത പെൺകുട്ടിയെയാണ് നിങ്ങൾ ഓടിച്ചത്. അമ്മയും അനിയത്തിയും അമ്പരന്നു പോയി. രഘു, ഞങ്ങൾ എന്നമ്മ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും രഘു അത് തടഞ്ഞു. ഒന്നും പറയേണ്ട അമ്മേ, അറിഞ്ഞു ചെയ്യുന്ന തെറ്റല്ല, മഹാപാപമാണ്. ഞാൻ എന്റെ ഭാര്യയെ തിരഞ്ഞു പോവുകയാണ്. അവളെ തിരികെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി ഈ വീട്ടിലേക്ക് തിരികെ വരില്ല. രഘു കത്തെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രേഖയെ തിരിഞ്ഞ് രഘു കനത്ത മഴയിലും നഗരത്തിന്റെ ഓരോ തെരുവുകളിലൂടെയും അലിഞ്ഞു തിരിഞ്ഞു. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ക്ഷേത്രമുറ്റങ്ങളിലും അവൻ അവൾക്കായി തിരച്ചിൽ നടത്തി. കൈവശമുള്ള രേഖയുടെ ചിത്രം വഴിപോക്കർക്ക് കാണിച്ചു കൊടുത്ത് അവൻ വിറക്കുന്ന ശബ്ദത്തോടെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്റെ ഭാര്യയുടെ മനസ്സിലെ വലിയ വേദനയും സഹനവും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് രഘുവിന്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. അതേസമയം വീട്ടിൽ രഘുവിന്റെ വാക്കുകൾ കേട്ട് അമ്പരന്നു നിന്ന അമ്മയുടെയും അനിയത്തിയുടെയും മനസ്സിൽ വലിയൊരു തിരിച്ചറിവുണ്ടായി. രഘു വീട് വിട്ടിറങ്ങിയതോടെ ആ വലിയ കൊട്ടാരത്തിൽ ശ്വാസം മുട്ടിക്കുന്ന ശാന്തത തളം കെട്ടി നിന്നു. തങ്ങളുടെ അഹങ്കാരം കാരണം നശിപ്പിച്ചത് സ്വന്തം മകന്റെ ജീവിതവും സമാധാനവുമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനേക്കാളേറെ തങ്ങൾ എത്രത്തോളം ഉപദ്രവിച്ചിട്ടും തങ്ങൾക്കെതിരെ രഘുവിനോട് ഒരു പരാതി പോലും പറയാതെ കുടുംബത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ച രേഖയുടെ വലിയ മനസ്സോർത്തപ്പോൾ അവരുടെ മനസാക്ഷി കുറ്റബോധത്താൽ വിറച്ചു. മോളെ, നമ്മൾ ചെയ്തത് പൊറുക്കാനാവാത്ത വലിയ തെറ്റാണ്, അമ്മ വിങ്ങി പൊട്ടിക്കൊണ്ട് അനിയത്തിയോട് പറഞ്ഞു. പാവപ്പെട്ട പെണ്ണെന്ന് പറഞ്ഞ് നമ്മൾ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷെ അവൾ നമ്മളെ ഒരിക്കലും വെറുത്തിരുന്നില്ല. രഘു തിരികെ വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. അതിനിടെ നഗരത്തിൽ ഒരു പഴയ ക്ഷേത്രത്തിന്റെ പടികളിൽ തളർന്നിരിക്കുന്ന രേഖയെ രഘു കണ്ടെത്തി. കണ്ണീരൊഴുക്കി ഒറ്റയ്ക്കിരിക്കുന്ന അവളെ കണ്ടതും രഘു ഓടിയെത്തി അവളുടെ കൈകളിൽ പിടിച്ച് വിങ്ങിപ്പൊട്ടി. രേഖ, എന്നോട് ക്ഷമിക്കൂ, നിന്റെ വേദന കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, രഘു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രേഖ നെട്ടലോടെ അവനെ നോക്കി. രഘുവേട്ട, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുണ്ടാകരുത്, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്, അവൾ പറഞ്ഞു. ഇല്ല രേഖ, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നിന്റെ സ്നേഹവും സഹനവും മനസ്സിലാക്കാൻ വൈകിയതിന് എന്നോട് മാപ്പ് തരൂ. ദയവ് ചെയ്ത് എന്റെ കൂടെ തിരികെ വരൂ എന്ന് രഘു അപേക്ഷിച്ചു. രഘുവിന്റെ ആത്മാർത്ഥമായ സ്നേഹവും പശ്ചാത്താപവും കണ്ടപ്പോൾ രേഖയുടെ മനസ്സലിഞ്ഞു. അവൾ അവന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചു. ക്ഷേത്രമുറ്റത്ത് വെച്ച് രഘു രേഖയെ ആശ്വസിപ്പിക്കുകയും അവളുടെ കൈ പിടിച്ച് തിരികെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. കാർ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നപ്പോൾ രേഖയുടെ ഉള്ളിൽ വീണ്ടും ചെറിയൊരു ആദി ഉണ്ടായിരുന്നു. എന്നാൽ അവർ വീടിന്റെ പൂമുഖത്തേക്ക് അടുത്തു ചെന്നപ്പോൾ അവരെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. രഘുവിന്റെ അമ്മയും അനിയത്തിയും കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. രേഖ അകത്തേക്ക് കാൽ വെച്ചതും അമ്മ ഓടിയെത്തി അവളുടെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മോളെ രേഖ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അമ്മ അവളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നിലയുറപ്പിച്ചു. രേഖ പരിഭ്രമത്തോടെ അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മേ, എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ആളല്ലേ? ഒരമ്മയും മകളോട് മാപ്പ് ചോദിക്കേണ്ടതില്ല, രേഖ ആർദ്രമായി പറഞ്ഞു. ഇല്ല മോളെ, ഞാൻ നിന്നോട് ചെയ്തത് ക്രൂരമായ തെറ്റാണ്, അമ്മ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. നിന്നെ ഒരു വേലക്കാരന്റെ മകളായി കണ്ട് ഞാൻ മാറ്റി നിർത്തി. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, പണമോ പദവിയോ അല്ല ഒരു മനുഷ്യന്റെ വലിപ്പം നിശ്ചയിക്കുന്നത്, മറിച്ച് അവരുടെ നല്ല മനസ്സും ഉന്നതമായ സംസ്കാരവുമാണ്. നീ വീടിന്റെ മരുമകൾ മാത്രമായിരുന്നില്ല, എന്റെ മകളായിരുന്നു. ഇനി മുതൽ നീ എന്റെ സ്വന്തം മകൾ തന്നെയാണ്. തൊട്ടു പിന്നാലെ അനിയത്തിയും രേഖയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകൾ പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു. ഏട്ടത്തി, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരുപാട് അപമാനിച്ചു. എന്നെ സ്വന്തം അനിയത്തിയായി കണ്ട് ക്ഷമിക്കണം എന്നവൾ പറഞ്ഞു. കുടുംബത്തിൽ തെറ്റുകളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം, അതൊക്കെ മറന്ന് പരസ്പരം സ്നേഹിക്കുന്നതിലാണ് കുടുംബത്തിന്റെ സന്തോഷം എന്ന് രേഖ പുഞ്ചിരിയോടെ മറുപടി
നൽകി. തുടർന്ന് അമ്മ വീട്ടിലെ വേലക്കാരിയായ ശാന്തിയെയും മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് എല്ലാവരോടും മാപ്പ് പറഞ്ഞു. സ്വന്തം തെറ്റ് മനസ്സിലാക്കി മാപ്പ് അപേക്ഷിക്കുന്നതിലൂടെ ആരും ചെറുതാകുന്നില്ല എന്നമ്മ തുറന്നു സമ്മതിച്ചു. അങ്ങനെ അഹങ്കാരവും വിദ്വേഷവും നിറഞ്ഞ ആ വലിയ ബംഗ്ലാവിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പുതിയൊരു പുലരി പിറന്നു. ഒരു പാവപ്പെട്ട വേലക്കാരന്റെ മകളായ രേഖ തന്റെ അടങ്ങാത്ത ക്ഷമയും സ്നേഹവും നല്ല സംസ്കാരവും കൊണ്ട് ആ വീടിന്റെ ഐശ്വര്യവും യഥാർത്ഥ യജമാനത്തിയുമായി മാറി. കുടുംബാംഗങ്ങളെല്ലാം പഴയ കാര്യങ്ങൾ മറന്ന് സന്തോഷത്തോടെ പുതിയൊരു ജീവിതം ആരംഭിച്ചു.